ഇന്ന് നമുക്കൊരു ചക്കപ്പായസം തയ്യാറാക്കാം. അട വെച്ച് പ്രഥമൻ കാച്ചണമെങ്കിൽ ഒരുപാട് സമയം വേണം, ഒരുപാട് ജോലിയാണ്. ചക്ക കൊണ്ടുള്ള ചക്കപ്രഥമൻ തയ്യാറാക്കാൻ ഈസിയാണ്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഞാൻ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര വാങ്ങുമ്പോൾ കറുത്ത ശർക്കര നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഇതൊന്ന് തല്ലിപ്പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലുള്ള അഴുക്കെല്ലാം മാറ്റിയെടുക്കണം. ഈ അഴുക്ക് വരുന്നത് കറുത്ത ശർക്കരയിൽ മാത്രമാണ്. വെള്ള ശർക്കരയിലൊന്നും ഈ അഴുക്കൊന്നും കാണത്തില്ല. എങ്കിലും ഞാൻ വാങ്ങുന്നത് കറുത്ത ശർക്കര മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇത് ഈ കറുത്ത ശർക്കര വെള്ള ശർക്കര ആക്കി എടുക്കാൻ ബ്ലീച്ചിങ്ങോ ചുണ്ണാമ്പോ സൾഫറോ ഒക്കെ ചേർത്താണ് അവർ ഈ വെള്ള ശർക്കരയിലോട്ട് ആക്കി മാറ്റുന്നത്. അതിലാകുമ്പം വെള്ള ശർക്കരയുമാണ്. അത് മാത്രമല്ല, അതിലൊന്നും ഇത്രയും അഴുക്കും കാണില്ല. ശർക്കരയുടെ അഴുക്കെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഈ വെള്ള ശർക്കരയിലേക്ക് മറ്റെന്തെങ്കിലും ചേർക്കുന്നോന്നുള്ള കൂടുതൽ അറിവൊന്നുമില്ല. കുറച്ച് അറിയാവുന്ന അറിവാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഇനി നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. അതും ഒരു പാത്രത്തിലേക്ക് ഒന്ന് കുതിർത്ത ചവ്വരി ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അതും ഒന്ന് വേവിച്ച് മാറ്റി വെച്ചേക്കാം. ചവ്വരി വാങ്ങുമ്പം അത് നോക്കി വാങ്ങുക. നല്ല കട്ടി ചവ്വരി കാണും, അത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് കലങ്ങി കാടിയാവും. ഇനി നമ്മൾ ഒരു 1.5 മുറി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ആയിട്ട് അത് മാറ്റി വെച്ചേക്കാം. ഇനിയുള്ളത് ചക്ക. ഈ ചക്ക നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് അത് നമുക്ക് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ എളുപ്പമാവും. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കപ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രം അടുപ്പിലേക്ക് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്ത പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ എടുക്കാവുന്നതാണ്. ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിന്റെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. മുന്തിരി വാങ്ങുമ്പോഴും നമ്മൾ നോക്കി വാങ്ങണം. അരിയില്ലാത്ത മുന്തിരി നോക്കി വാങ്ങാൻ. ചക്കപ്പായസമൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഇത് വറുത്തിടാവുന്നതുമാണ്. ഞാൻ വേറെ മറ്റു പാത്രം ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച് ഈ പാത്രത്തിൽ തന്നെ എല്ലാം തയ്യാറാക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലോട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് താളിച്ചൊഴിക്കാനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചക്കയൊന്ന് വേവിച്ചെടുത്താൽ മതി. ചെറിയ വേവ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് താളിച്ചൊഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് വേറെ മറ്റു പാത്രം ഒന്നും എടുക്കണ്ട. ഈ പാത്രത്തിൽ തന്നെ ഇതെല്ലാം വെന്ത് വരും. അപ്പൊ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഈ നെയ്യിലും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ആയിട്ടൊന്ന് ഈ ചക്കയൊന്ന് വെന്ത് വരട്ടെ. പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ വലിയ വേവൊന്നുമില്ല, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയും ആവശ്യമില്ല ശർക്കരയൊക്കെ ഉരുകി വെക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ്. കാരണം അവല് നനയ്ക്കാനോ ഒരു മാങ്ങ അച്ചാർ ഇടുമ്പോഴോ ഒക്കെ ചേർക്കാൻ ഇച്ചിരി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അതിനെല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് ശർക്കര മാങ്ങ തയ്യാറാക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചവ്വരി കാച്ചി വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നല്ല ചവ്വരി ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ കലങ്ങി മറിഞ്ഞ് ഒരുമാതിരി പശ പോലെ ആയിപ്പോവും. ഈ ചവ്വരി ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ പൊടി ഇച്ചിരി കലക്കി ഒഴിച്ചു കൊടുത്താലും മതിയാവും. അതാകുമ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ചവ്വരി ഇട്ട് കൊടുക്കുമ്പം കാണാനും ഒരു ഭംഗിയാണ്, കുടിക്കുമ്പോൾ ഒരു തടയും കിട്ടും. ഇനി നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ചക്കപ്രഥമനോ അടപ്രഥമനോ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല ലൂസായിട്ട് മാത്രം വെക്കണം. കാര്യം ഇതൊക്കെ കുടിക്കാൻ ടേസ്റ്റ് വന്നത് നല്ല തണുത്ത് നല്ല പഴകിയതിന് ശേഷം എത്രത്തോളം പഴകുന്നോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് തോന്നിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യത്തെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ബാലൻസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇങ്ങനെ ഇരിക്കുന്നത് ഏലക്ക ചതയ്ക്കുമ്പം നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഏലക്ക പൊടിച്ചെടുത്താൽ നല്ലതുപോലെ പൊടിഞ്ഞു വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതൊന്ന് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ പരുവായിട്ടൊന്ന് നോക്കാം. നമ്മൾ നല്ല ലൂസായിരുന്നല്ലേ, ഒന്ന് തണുത്ത് വന്നപ്പോഴത്തേക്കും കുടിക്കാൻ നല്ല പാകമായിട്ടുണ്ട്. ഇതുപോലായിരിക്കണം പ്രഥമൻ ചെയ്യേണ്ടത്. കണ്ട, ഈ
നല്ലതുപോലെ ഒന്ന് ആറി തണുത്തത് കൊണ്ടാണ് നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിരിക്കുന്നത്. അടപ്രഥമൻ അങ്ങനാണോ അതേ ടേസ്റ്റിൽ നമ്മൾ ചക്കപ്രഥമൻ തയ്യാറാക്കിയിട്ടുണ്ട്. അടയൊക്കെ വേവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്നാൽ ചക്ക അരിഞ്ഞെടുക്കുന്ന താമസമേ ഉള്ളൂ, ചക്ക വേവാനൊന്നും താമസമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കപ്രഥമൻ തയ്യാറാക്കാം.